പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ക് കൊടുക്കുകയാണ്. ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരൂ. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ശരിക്കെന്താ പറയേണ്ടത്? ദാ വരുന്നോ എന്നാ പറയണ്ടേ. പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഉന്നതനും മഹാനുമായ അല്ലാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്നാണ് പറയാൻ പറഞ്ഞത്. ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. എല്ലാ ദിക്റുകളും തവക്കുലിനുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അത് തവക്കുലിന്റെ ദിക്റാണ്, അള്ളാഹിനെ ഏൽപ്പിക്കാനുള്ള ദിക്റാണ്. വൈകുന്നേരവും രാവിലെയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലും. അത് തവക്കുലിന്റെ ദിക്റാണ്. വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാനല്ലദീ വറല്ലാഹു എത്ര പരിശുദ്ധനാണ്. സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമുക്കതിന് കഴിയുമായിരുന്നില്ല. അതൊരു തവക്കുലിന്റെ ദിക്റാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ശൈത്താന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ. അതൊരു തവക്കുലിന്റെ ദിക്റാണ്. ഇങ്ങനെ നമ്മളെല്ലാ ദിക്ർ പരിശോധിച്ചാലും ഒക്കെ തവക്കുലാണ്. എല്ലാ ദിക്റുകളും തവക്കുലാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാകുന്നു. തവക്കുലിന് ഉദാഹരണം പറഞ്ഞത് പക്ഷിയെയാണ്. പക്ഷികളെ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു. തഗദു ഖിമാസൻ വതറൂഹു ബിതാനാ, ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു. നമ്മളെ പെരയിൽ നാടൻ കോഴിയുണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ളെന്ന നാടൻ കോഴിനെന്ന് അറുത്തിട്ട് അതിൻ്റെ കൊടലിൻ്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും, വെളുത്ത കല്ലുണ്ടാവും. കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത്. കാരണം കോഴിക്ക് കല്ല് ദഹിക്കും. എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ്. മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കൊടലിൻ്റെ അറ്റത്ത് അപ്പൻഡിക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, അതിലേക്ക് പോകും. അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ഉണ്ടാവും. സർജറിക്ക് 60,000 ഉറുപ്പ്യാണ്. കോഴിക്കാ കുഴപ്പമില്ല. ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തേ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം. ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അമ്പിയാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തവക്കുലിന്റെ ഉദാഹരണം
സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവ് തീയിലിടാൻ തീരുമാനിച്ചു. ലോകത്തെ ആദ്യത്തെ അഗ്നിയാരാധകർ ഇബ്രാഹിം നബിയുടെ സമൂഹമായിരുന്നു അലൈഹിസ്സലാം. നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി. നമ്മളെ മദ്രസന്റെ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുള്ള വലിയൊരു കുഴി. എന്നിട്ട് ഓരോ ദിവസം ഓരോ വീട്ടുകാർ അതിലേക്ക് വിറക് കൊണ്ടുവന്നിട്ടു. പള്ളിക്കത്തെ മോലിയർക്ക് ചെലവ് കൊണ്ടുവരും പോലെ ഇരുന്നു ഒരു വിറക് കൊടുന്നിരുന്നത്. ഒരു ദിവസം ഒരു പെരയെന്ന്, അടുത്ത ദിവസം മറ്റേ പെരയെന്ന്. അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അവസാനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാതെയായി. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലിടേണ്ട സമയമായപ്പോ അവർക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയാതെയായി. കാരണം കൊണ്ടുപോയിടണമെങ്കിൽ ആരെങ്കിലും ആ തീയിൻ്റെ അടുത്തേക്ക് പോകണ്ടേ. ആ തീയിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. നമ്രൂദിനോടും കൂട്ടരോടും ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും പടച്ചോന്മാരെയും എല്ലാം ആക്ഷേപിക്കുന്ന ഈ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി ഒരു അഗ്നികുണ്ഡം എന്ന തീയുണ്ടാക്കി. പക്ഷേ അതിലേക്ക് കൊണ്ടുപോയിടാൻ കഴിയണില്ല. ദൂരത്ത് നിന്ന് നോക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനേക്കാൾ വലിയ ചൂടാണ് എന്ന് പറഞ്ഞു. ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. തെറ്റുവില്ല് എന്ന പേരായ ഒരു സാധനമുണ്ട്, അത് ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു. അതിൽ ഓല് ചോദിച്ചു, വല്ലിപ്പ എന്താണ് ഈ തെറ്റുവില്ല് എന്ന് ചോദിച്ചു ലഅനത്തുല്ലാഹി അലൈഹിയോട്. മുമ്പ് വലിയൊരു വല്ലിപ്പാന്റെ കോലത്തിലാ വന്നിട്ടുള്ളത്. എന്താ തെറ്റുവില്ല് എന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് പറഞ്ഞു കൊടുത്തു, ഒരു വലിയ മുള, ഒരു വലിയൊരു കാലിങ്ങനെ കുഴിച്ചിടുക. എന്നിട്ട് നല്ലോണം അടി ഉറപ്പിച്ച് കുഴിച്ചിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കിക്കൊണ്ടുവരിക. എന്നിട്ട് ഇബ്രാഹിമിനെ ഒരു കയറുമ്മ കെട്ടിയിട്ട് അയിമാണ് കൊളത്തിയാല് അങ്ങോട്ട് വിട്ടാല് ഈ വടിയാണ്ട് നീരുമ്പോ അതിൻ്റെ ഒപ്പാണ് പോയിങ്ങാണ്ട് ചാടിക്കോളും എന്ന് പറഞ്ഞു. ഓൽക്ക് വലിയ സന്തോഷായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിടാൻ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഓല അത് ചെയ്യാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവിന്റെ പട്ടാളക്കാര് തീയിലേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, നിങ്ങളിലേക്ക് എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു. അപ്പ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്നിലേക്ക് ആവശ്യമുണ്ടോന്നല്ല, ഞാൻ ജിബ്രീലാണ് അലൈഹിസ്സലാം, അള്ളാന്റെ അടുത്തുനിന്ന് വരികയാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാകുന്നു എൻ്റെ റബ്ബ്, ഓനോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഗതി. ഇതിൻ്റെ പേരാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്ക് തവക്കുലുണ്ട് എന്ന് വാദം ഉണ്ടാവും, ഏൽപ്പിക്കണ പണിയൊന്നുമില്ല. വാദിച്ചതുകൊണ്ട് അല്ലാഹു തആല ഏറ്റെടുക്കൊന്നുമില്ല, ഏൽപ്പിച്ചാലേ ഏറ്റെടുക്കുള്ളൂ. ഇന്റെ കുട്ടിയേക്ക് അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ, അങ്ങനെ നമ്മൾ ചിന്തിക്കാം. എൻ്റെ കുട്ടിക്ക് അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ. അനക്ക് അരി വാങ്ങണത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല. അനക്കരി വാങ്ങണതന്നെ അധ്വാനിച്ചിട്ടില്ല. നല്ല കുട്ടികളെ കാര്യം. ഞാൻ ഇപ്പം ഇന്ന് മഗ്‌രിബിന്റെ ശേഷം എന്തെല്ലാം സാധനം തിന്നു. നിങ്ങൾ നെയ്ച്ചോറ്,
വെള്ളറക്കിയിട്ട് കാര്യമില്ല, മൂല്യരായ വലിയ തോഫിക്ക് ഉണ്ടാവും. അതാണ് നെയ്ച്ചോറ്, കോഴി, ആട്, പച്ചക്കറി, മീൻകറി, ചപ്പാത്തി, ഇങ്ങനെയുള്ള എനിക്ക് പേര് പറയാൻ അറിയാത്ത സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായി. അത് അധ്വാനിച്ചിട്ടൊന്നുമല്ല. പിന്നെന്താ? തൗഫീഖ്. അതാണ്. ആ തൗഫീഖ് തവക്കുലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ട് കാര്യമില്ല, ചാങ്ക് കൂടെ കീപ്പട്ടാണ് പോവില്ല തൗഫീഖ് ഇല്ലെങ്കിൽ. 3 മാസമായി വാപ്പ വെള്ളോ അന്നോ ഇറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മക്കള് നാട്ടുകാരോട് പറയുന്നുള്ളത് ചോദിച്ചാൽ തൗഫീഖ് ഇല്ലെങ്കിൽ ചങ്ക് കൂടെ കീപ്പട്ടാണ് പോവില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചവർക്ക് മാത്രമാണ് തൗഫീഖ് ഉള്ളത്. ഉദാഹരണമാണ് കുട്ടികൾ. 2 കിലോമീറ്റർ ദൂരെയുള്ള ഉമ്മയാണെങ്കിലും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നാൽ ഉമ്മക്കറിയാം. ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് എങ്ങോട്ടോ പോയി, ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്തോ ഒരാവശ്യത്തിന്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മക്കറിയാം എന്റെ കുട്ടി ഉണർന്നിരിക്കുന്നു എന്ന്. കാരണം കുട്ടി ഉണർന്ന് കരഞ്ഞാൽ ഉമ്മയുടെ മുലയിലേക്ക് മുലപ്പാൽ ഇറങ്ങി വരും. കാരണം കുട്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്നതാണ്. ഇതാണ് തവക്കുൽ ചെയ്താൽ. فمن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. فمن يتوكل على الله, ആരെങ്കിലും അല്ലാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു അവന് മതിയായവനാണ്. ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹു എല്ലാ കാര്യത്തിനും മതിയായവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രം. അല്ലാഹു നിശ്ചയിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഫമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ മതിയായവനാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷി പോലും, ഒരു പ്രാവ് പോലും, ഒരു മൈന പോലും, ഒരു തത്ത പോലും വയറ് നിറയാതെ കൂട്ടിലണയാറില്ല എന്നാണ്. രാവിലെ അവർ ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടെന്നില്ലാതെയാണ്. പക്ഷേ വൈകുന്നേരം കൂട്ടിലെത്തുമ്പോഴേക്ക് വയറ് നിറഞ്ഞിരിക്കും. കാരണം പക്ഷികൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതും നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുമാണ്. ഏൽപ്പിച്ചു എന്നുള്ള അവകാശവാദമേ ഉള്ളൂ, നമ്മൾ സത്യത്തിൽ ഏൽപ്പിക്കണില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞത് പറ്റിക്കാൻ പറഞ്ഞതല്ല, ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ്. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളി, ഞാൻ ഏറ്റെടുത്തോളാന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് ഒലണ്ട് ഏൽപ്പിക്കട്ടെ, എനിക്ക് ഏൽക്കാനൊന്നാവില്ല, വേറെ കുറെ പണിയുണ്ട് എന്ന് എഴുതി പറഞ്ഞോന്നല്ല, ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ്. പക്ഷേ നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറല്ല എന്നതാണ് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി സൗകര്യങ്ങളും സംരക്ഷണങ്ങളും നൽകുന്നത് കുട്ടികൾക്കാകുന്നു എന്നാണ്. അല്ലാഹു ഈ ദുനിയാവിൽ ഏറ്റവും, പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ മറന്നതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ നിർത്തിയതാണ്. എൻ്റെ വയല് തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വയല് തുടങ്ങുമെന്ന് കരുതിയിട്ട് കാത്തിക്കണ്ട. അല്ല, ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ, എപ്പോഴപ്പം ഞാൻ നീട്ടുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ കാത്തിക്കണ്ടാന്ന്. വയല് തുടങ്ങിയിട്ടുണ്ട്, തന്നെയാണ് വയല്. ഇത് 2 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുക. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും നിൽക്കണ്ട. മുമ്പൊരു വയല് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അതുവരെ റോട്ടിക്ക് നോക്കട്ടെ എന്നൊന്നും വിചാരിക്കണ്ട. വയല് തുടങ്ങി, വയല് 8:45 ആരംഭിച്ചിട്ടുണ്ട്. ഇനി 9:45 1 മണിക്കൂർ, 10:45 2 മണിക്കൂർ, അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളി, എന്നാലേ മനസ്സിലാവുള്ളൂ. വേറെ വർത്താനൊന്നുമില്ല. നല്ലവണ്ണം ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുക. നിങ്ങൾ വേറെ എങ്ങോട്ടേലും നോക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടും.
പാട്ട് പാടാൻ കഴിഞ്ഞ നോക്കണം നിർബന്ധമൊന്നുമില്ല. പാട്ട് കണ്ണിമ്പിറ്റൊക്കെ പാടാം. ബാത്റൂം വരെ പാട്ട് പാടുമല്ലോ നമ്മൾ. കക്കൂസ് പോകുമ്പോൾ കുറ്റിട്ടാണ്ട് പാട്ട് പാടും. അതിനാരും കേൾക്കണ്ട, ആരും നോക്കണ്ട. പക്ഷെ വയത് പറയാൻ അങ്ങനെയല്ല, ഇങ്ങോട്ട് നോക്കിയിരിക്കണം നിർബന്ധമാണ്. എന്നാലേ പറയുള്ളൂ, അല്ലേ പാട്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളി എന്ന് ഞാൻ പറയും. അല്ല നിങ്ങളൊക്കെ റോട്ടിക്കാ നോക്കണേ വെച്ചാൽ നമുക്ക് എല്ലാവരും കൂടി നോക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഒരുമിച്ച് വയത് തുടങ്ങാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കണം എന്നാ ഞാൻ പറയും. ഉറപ്പാ, വേറത്തെ പരിപാടിയൊന്നുമില്ല. ഇതന്നെയാണ് വയത്. ഇതിങ്ങനെയാണ് പറയും, ഇതിങ്ങനെയാണ് സമയം കഴിയുമ്പോൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതാണ് പരിപാടി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. തവക്കുലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതുകൊണ്ടും കാര്യമില്ല, കേട്ടതുകൊണ്ടും കാര്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഏൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. തവക്കുലിന്റെ ദിക്റാണ് താരാട്ടുപാട്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് കുട്ടിയും ഉണ്ടാതിരിക്കും. വയലിന്റെ സാഹസത്തിൽ തന്നെ ഉണ്ടായിരിക്കും. നല്ല ഉറങ്ങുമ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും. എന്തേ കാരണം? അത് തവക്കുലിന്റെ ദിക്റാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതിയായവനാണ്. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ വേറൊന്നുമില്ല എന്നാണ്. ഏത് കുട്ടിയും ഉണ്ടാതിരിക്കുന്നതാണ്. അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ നടുക്കൊക്കെ ഇപ്പൊ ഒരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക, ചെറിയൊരു കുട്ടി. അപ്പൊ അങ്ങനെ നാല് ഭാഗത്തേക്കൊക്കെ നോക്കും, പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ. ആരെയും കണ്ടില്ലെങ്കിൽ ഓനോട് കരയും. അപ്പോഴാണ് ലേശം അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവന്റെ വാപ്പാനെ കണ്ടത്. അപ്പോൾ വേഗം വാപ്പാന്റെ അടുത്ത് ഓടി ചെന്ന് കണ്ട് മടിയിലടെ കയറി ഇരുന്ന് കരച്ചിൽ നിർത്തും. വാപ്പാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ വാപ്പാനേക്കാൾ പരിചയമുള്ള ആള് ഉമ്മയാണ്. ഉമ്മ വന്നാൽ കരച്ചിൽ നിർത്തും. ഉമ്മാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നാലേ നിർത്തുള്ളൂ. ഉമ്മയേക്കാൾ കുട്ടിക്ക് പരിചയമുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ്. അതുകൊണ്ടാണ് താരാട്ട് പാടുമ്പോൾ നിർത്തുന്നതിന്റെ കാരണം ഉമ്മ കുട്ടിക്ക് അള്ളാനെ പറഞ്ഞു കൊടുക്കാണ്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഉമ്മ താരാട്ടുപാടിയാൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ താരാട്ടുപാടി കൊടുത്താൽ കരച്ചിൽ നിർത്തുന്നതാണ്. കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ചുകൊണ്ട് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് പേടിച്ച് കരയുന്ന കുട്ടികളെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ്. നിങ്ങൾ പോയി നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊല്ലം അതിനെ വിളിക്കണ്ട. അല്ലെങ്കിൽ തന്നെ അടുത്തൊല്ലം വിളിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ അയക്കണില്ല. പിന്നെ ഇപ്പം എങ്ങനെ അടുത്തൊല്ലം വിളിക്കാം? കാസർഗോഡ്ക്ക് അതിന് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിപാടി എന്താ പറയുക, നിങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നിറച്ച് കച്ചവടം ഉണ്ടാവും, ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും, സാഹസിലാരും ഉണ്ടാവില്ല. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്നോടത്തൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് വരാം കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റം പറയണില്ല. എനിക്ക് ഇവിടുന്ന് തടി എടുക്കേണ്ടതുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് പൂതി ചെയ്തിട്ടല്ല. പറയാൻ രണ്ട് വർത്താനം പറയാനൊക്കെ പൂതിയുണ്ട്, പക്ഷെ പറയണില്ല. എന്തുകൊണ്ട്? ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആരോഗ്യത്തോടു കൂടെ നാട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് പറയണില്ല. സംഗതി അങ്ങനെയാണ്. മക്കളെ കെട്ടിച്ചോടുത്തുനിന്ന് ഓല മക്കളെ കെട്ടിച്ചോടുത്തുന്നു ആൾക്കാർ ഉറൂസ് എന്നൊക്കെ പറഞ്ഞു കണ്ടു വരും. എന്നാൽ സദസ്സിൽ ഒറ്റൊന്നും ഉണ്ടാവും, അത് ഉണ്ടാവില്ല. ഓലിങ്ങനെ ചന്തയിൽ കൂടെ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് ആയാതി പരിപാടിക്കൊന്നും നിൽക്കേണ്ട, അവിടെ ഇരിക്കി. ഞാൻ പറഞ്ഞുതരാം, സംഗതി പറയാം. അപ്പൊ എന്താ പറഞ്ഞു തരാം നിങ്ങള്? വാപ്പ ഉറക്കിയാൽ, ഉമ്മ ഉറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടീനെ വാപ്പ ഉറക്കിയാൽ ഉണരൂല. 7 ദിവസം ഉറക്കിയാൽ മതി. വാപ്പ ഉറക്കിയാൽ പേടിച്ചുണരൂല. എന്തേ കാരണം? ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ നിന്ന് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതന്നെയാണ് കരയാത്തതിന്റെ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കും. മെഡിക്കൽ കോളേജിൽ കടന്ന് കുറേ ദിവസം അഡ്മിറ്റ് ആയിട്ട്
അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കോളി, അല്ലാതെ ഇപ്പോൾ ഒരു വയ്യും ഇല്ല, നിങ്ങൾ പടച്ചോനോട് പറഞ്ഞോളി, അല്ലാതെ ഇപ്പോൾ ഒരു വയ്യും ഇല്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടക്കുകയാണ് രോഗിനെ. വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫോൺ എടുത്തിട്ട് പള്ളിക്കത്തെ ഉസ്താദിനെ വിളിക്കും. പിന്നെ ഉസ്താദേ, ബാപ്പാനെ പെരേക്ക് കൊണ്ടുവരാനാണ് ഡോക്ടർ പറഞ്ഞത്, ഇനി പടച്ചോനോട് പറഞ്ഞോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ദോരക്ക് കൊണ്ടിട്ട്, അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാതെ എന്തെങ്കിലും കാട്ടാണ്ടെങ്കിൽ ആവും കൂടിയാണ് കാട്ടിയിട്ടേ പടച്ചോനോട് പറയുള്ളൂ എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളെ ദോരക്ക് ആലോചിച്ച് നോക്കാണ്. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദോരക്കൂല, നമുക്കൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളൊക്കെ നാടുകളിൽ മജ്‌ലിസ് നൂർ ഉണ്ടാവും. ഞാൻ പലപ്പോഴും മജ്‌ലിസ് നൂറിൻ്റെ വാർഷികത്തിന് പോകലുണ്ട്. ആൾക്കാർ വിളിച്ചുണ്ടായിട്ട് ഇങ്ങനെ മജ്‌ലിസ് നൂർ കഴിയാൻ നേരത്ത് കുറേ കടലാസ് ഉണ്ടാവും ദോരക്കാളിലെ. കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറാൻ, കാലിൻ്റെ തള്ളാമ്പലിൻ്റെ നഖം പോകുന്നത് ശിഫയാകാൻ, വയറുവേദന മാറാൻ, ഓപ്പറേഷൻ നേരാവാൻ, എങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ, പെരപ്പണി തീരാൻ, കടം വീടാൻ, ഇങ്ങനെ കുറേ സംഗതി ഉണ്ടാവും. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മജ്‌ലിസ് നൂർ നടത്തുന്നത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ കാൽമുട്ട് വേദന മാറാനാണ് മജ്‌ലിസ് നൂർ നടത്താൻ പറഞ്ഞത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദോരക്കണ്ടെന്നൊന്നല്ല ഈ പറഞ്ഞ കേട്ടോ, എഴുതി കൊടുക്കും വേണം, ദോരക്കും വേണം, ഒക്കെ വേണം. പക്ഷെ ഹൈദറിൽ ഞങ്ങൾ പാപ്പേ കാൽമുട്ടിന്റെ വേദന മാറാൻ വേണ്ടി പറഞ്ഞതല്ല മജ്‌ലിസ് നൂർ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ പെരപ്പണി തീരാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ ഗൾഫിലുള്ള കുട്ടികളെ ജോലി ശരിയാവാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്‌ലിസ് നൂർ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആഖിബത്ത് നന്നാവാനാണ്. ഞാനിവിടെ വന്നതിന്റെ ശേഷവും വരുന്നതിന്റെ മുന്നേ വാട്സപ്പിലും ഒരുപാട് ആളുകൾ ദോരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളൊഴിച്ച് ഒരു മനുഷ്യൻ പോലും ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദോരക്കണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ടില്ല. അതിനെന്താ ദോരക്കണ്ടേ നമുക്ക്? ഞാൻ ദോരക്കും, അത് വേറെ കാര്യം. ഞാൻ ദോരക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദോരക്കും, അത് എന്റെ ബാധ്യതയാണ്. പക്ഷെ ഈ പറഞ്ഞവർക്കൊരു ബാധ്യതയില്ല ആഖിബത്ത് നന്നാകുക എന്നുള്ളത്. ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങളിങ്ങനെ മുണ്ടായിരുന്നാലും ശരിയാവില്ല കേട്ടോ. ഞാൻ ചൊല്ലിത്തരുന്നേ ചൊല്ലിക്കോളി, എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്നേ ചൊല്ലി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോയെന്നറിയില്ല എനിക്ക്. നിങ്ങളൊന്ന് എല്ലാവരും നീച്ചിക്കുവോ? ഞാൻ കേൾക്കും. ആണുങ്ങൾ കേട്ടോ, പെണ്ണുങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി. ഞാൻ തീരെ കാണായൊന്നുമില്ല, നിങ്ങളെന്താ കാട്ടണമെന്ന് കാണണമൊക്കെ ഉണ്ട്. ഞാൻ വല്ലാതെ നോക്കണില്ല എന്നേ ഉള്ളൂ. ഞാൻ നീച്ച ആൾക്കാർ നമ്മളൊരു 2 യാനബി ചെല്ലുമ്പോത്തിനെ ആ മുന്നത്തെ കസാലകളൊന്ന് ഫുള്ളാക്കി ഇരുന്നാൽ അത് റാഹത്തിട്ടും. നോക്കി, യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും.
ഇനി ഓരോരുത്തരും മുന്നത്തെ കസേലയിൽ ആളുണ്ടെങ്കിൽ ഇരുന്നോളി. അവനവൻ്റെ മുന്നിലുള്ള കസേലയിൽ ഇരിക്കാൻ ആളുണ്ടെങ്കിൽ ഇരുന്നോളി. നീച്ചാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അതുണ്ടാവും, ഉറപ്പല്ലേ. എന്തായാലും മുന്നൊക്കെ ഒന്നും ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൂടെ മുന്നേക്ക് പോരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒഴിഞ്ഞടക്കണത് ഈ ഒഴിഞ്ഞടക്കണ കസേലയിൽ ചെയ്ത്താൻ കയറിയിരിക്കും. അപ്പം അത് മുന്നിൽ വേണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബാക്കിലുള്ള ആൾക്കാർ ഒന്നും ഇങ്ങോട്ട് മുന്നിക്ക് വന്നാൽ പിന്നെ ഇപ്പം ഇടക്ക് നീച്ചു പോയാലല്ലേ, ഞാൻ ഒന്നും പറയില്ല. ഞാൻ അതിൽ ബേജാറാണ്ട. ഇനിയിപ്പോൾ ഇടയ്ക്കാണ് നീച്ചു പോകുമ്പോൾ മൂപ്പരെന്തേലും പറയാമെന്ന് വിചാരിക്കണ്ട, ഞാൻ ഒന്നും പറയില്ല. ഫോൺ വന്ന മാതിരി ഇങ്ങനെ കാട്ടിങ്ങാണ്ട് ആരും പോവും വേണ്ട. നമ്മൾ സദസ്സിന്ന് പോകാനുള്ള ഒരു ഐഡിയ ആണ് എന്ത്, അലാറം വെക്കുക. എന്നിട്ട് ബെല്ലടിക്കുമ്പോൾ ഫോൺ വന്ന മാതിരി വേകുമ്പോൾ അത് വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് ഫോൺ ചെയ്തോളി. ഒരക്ഷരം ഞാൻ പറയില്ല. ഞാൻ എന്തേലും പറഞ്ഞെങ്കിലല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ഒന്നും പറയില്ല. ഫോണിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളി. ആ ബാക്കിലുള്ള ആളുകൾ ഒന്നും കൂടെ നീച്ച് രേശം മുമ്പക്ക് വന്നാൽ ആ ബാക്കിലുള്ള ആൾക്കാർ ഒന്ന് രേശം മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആ മുന്നത്തെ കസാലയിലുണ്ട് ഒന്ന് മുഴുവനാക്കി ഇരുന്നാലേ നമുക്ക് ഇന്ന് വയത് തോനെ പറഞ്ഞില്ലെങ്കിലും ഈ സദസ്സൊക്കെ ഒന്നാണ് ക്ലിയർ ആക്കുക. ആ നല്ലേ ഒന്നിങ്ങോട്ട് മുന്നിലേക്ക് രേശം ഇങ്ങോട്ട് പോരി. നമുക്ക് നിങ്ങൾ ആ കാസർകോട്ടേരെ സ്വഭാവമൊക്കെ ഒന്നാണ് മാറ്റിയിട്ട് ഒരു മംഗലാപുരത്തേരെ സ്വഭാവത്തൊക്കെ ഒന്ന് മാറണം, എന്നാലേ നേരാവില്ല. അങ്ങനെയാണ്. അങ്ങനെ മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീച്ചു വരുന്ന എല്ലാ ആളുകൾക്കും ഖൈറും ബറക്കത്തും സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾക്കുണ്ട്, അവരുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അവർക്കും നമുക്കും അവരുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു നാഫിയായ ഇൽമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിന്റെ എല്ലാ ഖൈറിനെയും ബർക്കത്തിനെയും അവർക്ക് അല്ലാഹു പ്രദാനം നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ബാക്കിയുള്ളവരടക്കട്ടെ, എല്ലാം എന്താ ഞാൻ കാട്ടണം, തല്ലാനൊന്നും പറ്റൂലല്ലോ. മദ്രസിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ വടിയെടുത്ത് കണ്ട് ഒന്ന് കൊടുത്തിട്ട് നീച്ചറവിടും എന്നൊക്കെ പറയായിരുന്നു. ഇതിപ്പോൾ അതൊന്നും പറ്റൂല, അത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ, അത്രേ പറ്റുള്ളൂ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എന്തായാലും ആ നീച്ചു വന്ന് മുന്നിലിരുന്ന ആൾക്കാരോടാണ് വർത്താനം, അല്ലാത്തവരോട് വർത്താനമില്ല. ഓരോടാണ് ക്ലാസ്, ഓരോടാണ് പ്രസംഗം, ഓരോടാണ് വയത്, അല്ലാത്തവരോട് വയതില്ല. അതാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കുക എല്ലാവരും. ഒരു അൻത ഉമ്മുനും കൂടി എല്ലാവരും ചെല്ലുക, അപ്പോൾ ക്ലിയർ ആവും. അൻത ഉമ്മുൻ അമബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സാധാരണ മൂല്യന്മാർ വയൽ പറയുമ്പോൾ പറയും ഞാൻ ഈ നാട്ടുകാരെ പറ്റിയിട്ടല്ല പറയണത് എന്ന്. ഞാൻ പറഞ്ഞത് അതല്ല, നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഈ നാട്ടുകാരെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ നാട്ടുകാരെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാനിവിടെ വന്നതിൻ്റെ ശേഷവും വരുന്നതിൻ്റെ മുന്നേയും ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വാട്സപ്പിലൊക്കെ ഉണ്ട് ദ്വാരക്കാൻ കിടക്കണം. കുറേയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, കുറേ നോക്കാത്തതുകൊണ്ട്. എത്ര വെച്ചിട്ടപ്പോൾ നോക്കുക, അതിൻ്റെ ഒരു പരിധിയില്ല. മനുഷ്യന് വേറെ ഇല്ല പണി. നോക്കിയോടത്തോളം ഒരു മനുഷ്യൻ മാത്രമാണ് ആക്കിബത്ത് നന്നാവാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവർക്കൊക്കെ ദുന്യാവിനാണ് ദ്വാരക്കാനുള്ളത്. വേണ്ടാന്നല്ലോ ഈ പറഞ്ഞേ, ഒരിക്കലും വേണ്ടാന്ന് പറയല്ല, ദ്വാരക്കണ്ട തന്നെയാണ്, യാതൊരു തർക്കമില്ല, ദ്വാരക്കണ്ട തന്നെയാണ്. പക്ഷെ ഹൈദരലി ശിഹാബ് തങ്ങൾ പാപ്പം മജ്ലിസുന്നൂർ ഓതാൻ പറഞ്ഞത് കാലിന്റെ മുട്ടിന്റെ വേദന മാറാനല്ല, ഗൾഫിലുള്ള മോന്റെ വിസ ശരിയാകാനല്ല, ആക്കിബത്ത് നന്നാവാനാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ദുആ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ആക്കിബത്ത് നന്നാവുമ്പോ കടാണ്ട് വീടിക്കോളും. ആക്കിബത്ത് നന്നാവണമെങ്കിൽ ബാധ്യതകളൊക്കെ തീർന്നോളും. ആക്കിബത്ത് നന്നാണെങ്കിൽ മാലിലും ഔലാദിലും ബറക്കത്ത് ഉണ്ടായിക്കോളും. ഓട്ടോമാറ്റിക് അല്ല അത്. അതുകൊണ്ട് ആക്കിബത്ത് നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയമൊന്നും നമുക്കൊരു ചിന്തയില്ല. എന്തേ പറഞ്ഞു അറിയോ? പറയാണ്ടായ കാരണം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് നമ്മൾ ദ്വാരക്കണതിനെ പറ്റി ആലോചിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കൂലല്ലോ, വലിയ കാര്യത്തിന് ദ്വാരക്കുള്ളൂ. ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ദ്വാരക്കാണെന്ന് വിചാരിക്കാം. അല്ലാഹുവേ പനി തരരുതേ റബ്ബേ, ജലദോഷം തരരുതേ, മൂക്കൊലിപ്പ് തരരുതേ പടച്ചോനെ, ചുമ തരരുതേ അല്ലാ എന്നൊക്കെ ദ്വാരക്കാണെങ്കിൽ ഒറ്റ മനുഷ്യനും ആമീൻ പറയില്ല. അതേ സമയത്ത്
അല്ലാഹുവേ ക്യാൻസർ തരരുതേ റബ്ബേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, കീറി മുറിക്കുന്ന അസുഖങ്ങൾ തരരുതേ, റോഡിൽ അരക്കല്ലേ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആമീന്ന് പറയും. വലിയ ദുആയിട്ട് നിങ്ങളെല്ലാവരും കാണുന്നത്. നിങ്ങളെന്നുള്ളത് നിങ്ങളെ ഉദ്ദേശമല്ല, മൊത്തത്തിൽ മനുഷ്യന്മാരെ അങ്ങനെ കാണാം. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കൂല. എന്താ കാരണം എന്നറിയാം നിങ്ങള്? എന്താ അപ്പൊ പനിക്കൊക്കെ എത്ര ദ്വാരക്കുള്ളത്? അതൊരു പാരസിറ്റാമോൾ കുടിച്ചാൽ പോരെ എന്നാണ്. ചില വിവരം നമ്മളെ വല്ലാതെ സ്വീപ്പാക്കും. ചില വിവരങ്ങൾ നമ്മളെ വല്ലാതെ സ്വീപ്പാക്കും. പനിക്ക് പാരസിറ്റാമോൾ മതി എന്ന വിവരമാണ് ദ്വാരക്കാത്തതിന്റെ കാരണം. തലവേദനക്ക് ക്രോസിൻ കഴിച്ചാൽ മതി എന്ന വിവരമാണ് ദ്വാരക്കാത്തതിന്റെ കാരണം. അതേ സമയത്ത് ക്യാൻസർ പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കുഷ്ഠം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കിഡ്നിയുടെ അസുഖം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കരളിന്റെ അസുഖം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, ഹാർട്ടിന്റെ അസുഖം വന്നാൽ ദ്വാരക്കും ചെയ്യും, ദ്വാരക്കാൻ പറയും ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ തുടങ്ങണം. പടച്ചോനെ പനി തരരുതേ എന്ന് ദ്വാരക്കണ അവസ്ഥ ഉണ്ടാവണം. അല്ലാഹുവേ തലവേദന തരരുതേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കലില്ല, വലുതിനെ ദ്വാരക്കുള്ളൂ. അതിന്റെ കാരണം ചെറുതൊക്കെ നമ്മക്ക് തന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലോ, വലിയനല്ലേ ഇപ്പൊ നമ്മക്ക് അള്ളാനെ വേണ്ടത് എന്നാണ്. സത്യത്തിൽ ഒരു സെക്കൻഡിന്റെ ഒരു നാനോ മൈക്രോ അംശം പോലും അള്ളാഹുവിന്റെ പിന്തുണയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറഞ്ഞത് നിസ്കരിക്കാൻ വേണ്ടി മുക്രി പള്ളിക്കെന്ന് വിളിക്കുമ്പോഴാണ്. ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരി എന്ന് പറയുമ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഇന്നെ കൊണ്ടൊന്നിനും പറ്റൂല. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മളാണ് ഏൽപ്പിക്കാൻ തയ്യാറാണ്, അപ്പോൾ അവനോട് ഏറ്റെടുക്കും. മനസ്സറിഞ്ഞ് ഏൽപ്പിക്കണം എന്നാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നല്ല അടിമകൾ ആരാണെന്ന് വിശദീകരിക്കുകയാണ്. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ നല്ല അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഒരു കൂട്ടരാണ്, യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിലൂടെ നല്ല നിലയിൽ നടക്കുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് അവസാനം എത്തുമ്പോ കാണും അങ്ങനത്തെ ആൾക്കാർ കുറെ ദുആ നടത്തും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ കണ്ണിന് ഞങ്ങൾക്ക് കുളിർമ നൽകി അനുഗ്രഹിക്കണമേ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു ദുആയുണ്ട് മക്കൾക്ക് വേണ്ടി. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു ദുആ മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി അത് ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ ടെൻഷനാക്കരുത്. യൗമ യുബഅസൂൻ, ബിഅസത്തിന്റെ നാളില്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അന്ന്. ഇല്ലാമൻ, ഒരാൾക്കൊഴികെ, അത്തല്ലാഹ, അല്ലാഹുവിന്റെ അടുക്കൽ അവൻ ചെന്നിരിക്കുന്നു. ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടി. നല്ലോണം ശ്രദ്ധിക്കണം മോമിനിങ്ങളെ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാനീ പറയണ കേട്ടോ, നിങ്ങൾ സാധാരണ ഒരു വയത് കേൾക്കുമ്പോൾ ഇരുന്നാൽ ഞാനീ പറയുന്ന ആശയം മനസ്സിലാവില്ല. പിന്നെ അവസാനം ഇവിടുന്ന് പോയതിൻ്റെ ശേഷം എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അടിപൊളി മൈക്കായിരുന്നു പറയും.
എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ക്യാമറക്കാരനൊക്കെ ഉണ്ടായിരുന്നു പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സ്റ്റേജുമൊക്കെ കുറേ ആളുണ്ടായിരുന്നു പറയും. ഒരു പിടുത്തം കിട്ടൂല. അതുകൊണ്ട് നല്ലോണം ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കൾക്ക് വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തവക്കുലിന്റെ ദുആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബി ലാ തുഹ്സിനി, എന്റെ റബ്ബേ നീ എന്നെ ടെൻഷൻ ആക്കരുത്, യൗമ യുബഅസൂൻ, ബീസത്തിന്റെ നാളിൽ വെച്ച്, നാളെ മഹ്ശറയിൽ വെച്ച് നീ എന്നെ ടെൻഷൻ ആക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ആ ദിവസത്തിൽ എന്നെ നീ ടെൻഷൻ ആക്കരുത്. ഇല്ലാമൻ അത്തല്ലാഹ, അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യുന്ന ദിവസം ഇന്ന് കിട്ടും. ബി ഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം നീ എന്നെ ടെൻഷനാക്കരുത്. അപ്പൊ എന്താ ഇന്ന് കിട്ടുക? സലീമായ ഖൽബോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നാണ് കിട്ടുക. അച്ഛോ, ഞങ്ങള് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോന്നാവോ? അള്ളാഹു ആയാലും അള്ളാഹു ആയാലും ഈ മുന്നിക്ക് വന്നിരുന്നവരോടാണ് വർത്താനം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഈ ആയത്തിന്ന് പെട്ടെന്ന് തോന്നുന്നത് എന്താണെന്നറിയോ? മക്കളും മുതലും ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് തോന്നുക. അങ്ങനെയല്ല. ഈ ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. റബ്ബി, എന്റെ റബ്ബേ, ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷൻ ആക്കരുത്, യൗമ യുബഅസൂൻ, അന്ത്യനാളിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത്. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസം ടെൻഷൻ ആക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കിട്ടും? ഖൽബുൻ സലീമോടുകൂടെ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നതിന് കിട്ടും. കിട്ടുന്നുണ്ടോന്നാവോ? ഉണ്ടോ? ഹലോ, കിട്ടുന്നുണ്ടോ? ഹലോ, കിട്ടുന്നുണ്ടോ? പഠനക്കാരെ കിട്ടുന്നുണ്ടോ? ആണുങ്ങളെ ഉണ്ടോ? ഉണ്ട്. ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മഹ്ശറയിൽ മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും, മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും. ഖൽബുൻ സലീമോടുകൂടെ ചെല്ലാത്തവന് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവില്ല, മുതലുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. മഹ്ശറയിൽ മുതലുകൊണ്ട് കാര്യം ഉണ്ടാവും, മഹ്ശർ കൊണ്ട് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും. ആർക്കേ ഉണ്ടാവുള്ളൂ? ഖൽബുൻ സലീമോടുകൂടെ ചെന്നവന്. ഇനി ഒറ്റ കാര്യം നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ. എന്താണ് ഖൽബുൻ സലീം? അത് കിട്ടിയാൽ ആർക്കാ മക്കളെ കൊണ്ടും ഓരോണ്ടും കാര്യം ഉണ്ടാവുക കിട്ടും. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടണം. സലീം എന്ന വാക്കിന്റെ അർത്ഥം രക്ഷപ്പെട്ടവൻ എന്നാണ്. അപ്പൊ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് അതിന്റെ അർത്ഥം. എന്തിൽ നിന്ന് രക്ഷപ്പെടുക? എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണം. അതിനാണ് ഖൽബുൻ സലീം എന്ന് പറയാ. ഒരാൾക്ക് 10 മക്കളുണ്ട്. അയാൾക്ക് ഇങ്ങനെ തോന്നി, എനിക്കിപ്പോ 10 മക്കളുണ്ടല്ലോ, എൻ്റെ കുട്ടികൾ നോക്കിക്കോളല്ലോ എന്നൊരാൾക്ക് തോന്നിയാലേ, ഓൻ ആശുപത്രി കിടക്കുമ്പോ മൂത്തോന് മറവ് പോയി എന്നിട്ട് ഫോൺ എടുത്തിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും. പിന്നെ വാപ്പൂന് ഒഴിവുണ്ടോ, ഇപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാൻ, എനിക്ക് അത്യാവശ്യം ഒരു ബൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചെവിയോണ്ട് കേൾക്കണേന്റെ മുന്നേ മൗത്താവൂല. എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്നൊരാൾക്ക് തോന്നിയാൽ അള്ളാഹു കൈയൊഴിയും. അതേ സമയത്ത് ആരെ മക്കൾ നോക്കും? പടച്ചോനെ, എനിക്ക് ഇജ്ജല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ ഓനോ എൻ്റെ മക്കൾ നോക്കും. മനസ്സിലാവുണ്ടോന്ന് അള്ളാഹു തആലക്കറിയാം. അവനാന്റെ മക്കൾ അവനാനെ നോക്കണമെങ്കിലുള്ള നിബന്ധന എത്രത്തോളം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹിക്കം എന്ന കിതാബിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വമിൻ അലാമാത്തിൽ ഇത്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ ഹുലൂലിസ് സലൽ. ഒരു മനുഷ്യൻ തന്റെ അധ്വാനം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ മക്കളെ കൊണ്ടും തന്റെ സ്വാധീനം കൊണ്ടും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ
പ്രതിസന്ധി ഘട്ടത്തിൽ അവന് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ, റമദാൻ മാസമായാൽ ഈ പള്ളിക്കത്തെ മുഴുവൻ പായും മാറ്റിക്കൊടുക്കൽ ഞാനാണ്. അന്ന് പായിടുന്ന കാലാണ്, ഇപ്പൊ പിന്നെ കാർപ്പറ്റിന്റെ കാലാണ്. ഈ സംഭവം ഉണ്ടാവുമ്പോ പായിടുന്ന കാലാണ്. ഉസ്താദേ, റമദാൻ മാസമായാല് ഈ പള്ളിയത്തെ മുഴുവൻ പായി ഞാൻ എൻ്റെ ചെലവിലാ മാറ്റിക്കൊടുക്കല്. ഉസ്താദെ, പെരുന്നാക്ക് ചെറിയൊരുന്നാക്ക് പള്ളിയത്തെയും മദ്രസത്തെയും മുഴുവൻ മൂല്യന്മാർക്കും ഞാൻ എൻ്റെ ചെലവിലാണ് തുണിങ്ങുപ്പായം കൊടുക്കല്. എന്നിട്ട് അള്ളന്നോട് ഈ പണി കാട്ടിയല്ലോ എന്ന് ഈ ചെവികളെ കൊണ്ട് കേട്ടിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമാർക്ക് അവനെ ഏൽപ്പിക്കാത്തവനെ എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ മുതലുകൊണ്ടും എനിക്ക് രക്ഷപ്പെടാം എന്നൊരാൾക്ക് തോന്നിയാൽ പ്രതിസന്ധിയിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കൾ ആർക്കാണ് ഉപകാരം ചെയ്യുക, സമ്പത്ത് ആർക്കാണ് ഉപകാരം ചെയ്യുക? അള്ളാഹുവിനെ ഏൽപ്പിച്ചവനാണ്, അല്ലാത്തവർക്ക് ഉപകാരം ചെയ്യൂല. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ മക്കളെ ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിനെ ഏൽപ്പിക്കണോ. ഉസ്താദ്, ഡോക്ടറെ, എത്ര പൈസ വേണമെങ്കിലും ചെലവാക്ക, വാപ്പാന്റെ ജീവൻ കിട്ടിയാൽ മതി. പൈസയിൽ ഒരാൾ ഈത്തിമാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തവക്കുൽ വിട്ട് ഒരാൾ പണത്തിൽ ഈത്തിമാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണം അവന് ഉപകാരം ചെയ്യാതെ പോകും. അതേ സമയത്ത് ഒരാൾ അള്ളാഹുവിനെയാണ് തവക്കുൽ ചെയ്തിട്ടുള്ളെങ്കിൽ അവന്റെ പൈസ അവന് ഉപകാരം ചെയ്യും. മക്കൾ ഉപകാരം ചെയ്യാതെ പോകും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടില്ലെങ്കിൽ. മക്കൾ ഉപകാരപ്പെടും അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് വ്യത്യാസം. ഇതിനാണ് നമ്മൾ അമ്പിയാക്കളെ പഠിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാല്, ഉംറക്ക് പോയാലൊക്കെ കന്നാസിൽ വെള്ളം കൊണ്ടുവരും, സംസം വെള്ളം. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആൾക്കാരും ഉംറക്ക് പോയ ആൾക്കാരും വരുമ്പോ ആദ്യം 10 ലിറ്റർ കൊണ്ടിരുന്നു, ഇപ്പൊ 5 ലിറ്റർ കൊണ്ടുവരും. അതിന്റെ പുറമെ ചെറിയ കുപ്പിയിലാക്കി അടച്ചിങ്ങാണ്ട് ലഗേജിലിട്ടിട്ട് ആരും കാണാതെ പറയും കൊണ്ടുവരും സംസം വെള്ളം മക്കത്തുനിന്ന്. എന്താ സംസം വെള്ളം? ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ് സംസമിന്റെ പിന്നിലുള്ളത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ എന്നാണ് ഉമ്മാന്റെ പേര്. ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാകുന്നു മകന്റെ പേര്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുചെന്ന് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് കൂടാരമുണ്ടാക്കി അതിൽ താമസിപ്പിച്ചു മടങ്ങിപ്പോന്നു. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പരിശുദ്ധമായ കഅബ ശരീഫ് ഇന്ന് നിലകൊള്ളുന്നതിന്റെ അടുത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് ആ ടെന്റിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നു പോകുന്നത് കണ്ടപ്പോ ഭാര്യയായിരുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഭർത്താവേ, ഇനിയും ഈ ചെറിയ കുട്ടീനെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ എവിടുക്കായി പോണത്? നമ്മളെ മലബാരി ഭാഷയിൽ പറഞ്ഞാല്, നാടൻ മലയാളത്തിൽ പറഞ്ഞാല് ആ ചോദ്യത്തിന് അങ്ങനെ പരിഭാഷപ്പെടുത്താം. ഈ ചെറിയ പൈതലിനെ ഇനിയും കൂടി ഇവിടെ കടത്തിയിട്ട് എവിടുക്ക പങ്ങളി പോണത് ചോദിച്ചു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. കാരണം തിരിഞ്ഞാൽ പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്താ പറയാ? ഒന്നും പറയാനില്ല, അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമതും ചോദിച്ചു, ഇനിയും ഈ ചെറിയ കുട്ടിനെ ഇവിടെ കടത്തിയിട്ട് നിങ്ങൾ എവിടുക്കായി പോണത്? രണ്ടാമതും തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമത് ഒരു ക്ലൂ കൊടുത്തുകൊണ്ട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടി, ഒരു ക്ലൂ കൊടുക്കുക. കുട്ടികൾ പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് വന്ന മാഷോട് അല്ലെങ്കിൽ ടീച്ചറോട് അല്ലെങ്കിൽ ഉസ്താദിനോട് ഈ ചോദ്യം എന്താ വായിക്കാന്ന് ചോദിക്കും. അവന് വായിക്കാൻ കിട്ടായിട്ടൊന്നല്ല, എന്തിനൊരു ക്ലൂ കിട്ടാനാണ്. അങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരു ക്ലൂ കൊടുത്തിട്ട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ എന്ന് ചോദിച്ചു. മൂന്നാമത്, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കിങ്ങാണ്ട് പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നാം, അതെ, അല്ലാഹ് പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞു,
ഇദല്ലാ യുളയ്യുനല്ലാഹ്. അല്ലാഹ് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കൂലാന്ന് പറഞ്ഞു. എന്നാ പിന്നെ മനുഷ്യർക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അള്ളാഹ് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹ് വെറുതെ ആക്കൂലല്ലോ എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമാധാനായി. പക്ഷേ മഹാനവർകൾക്ക് തിരിഞ്ഞു നോക്കാൻ അപ്പോഴും തോന്നണില്ല. ഇത് കേട്ടുങ്ങാണ്ട് ഇങ്ങനെ പോയി. ഒരു ചെറിയ കുന്നിന്റെ അപ്പുറത്തെത്തിയിട്ട് ഭാര്യയും മകനും കാണുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അവിടെ നിന്നിട്ട് തിരിഞ്ഞെന്നു തോരുന്നു, അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് ദുനിയാവിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് തോരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, കാരക്ക പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു. കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലുണ്ടായിരുന്ന പാലും തീർന്നു. അങ്ങനെ എല്ലാം തീർന്നപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ കുട്ടിനെങ്ങനെ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫ എന്ന കുന്നിലേക്ക് കയറി. ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ളം നോക്കി. കുട്ടി കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് ചെന്നായെ ആട്ടിയതിനു ശേഷം മറുവയിലേക്ക് പോയി. മറുവയിൽ ചെന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നത് കണ്ടു. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചെന്നായെ ഓടിച്ചു സഫയിലേക്ക് പോയി. ആ മണ്ഡ്യ സ്ഥലത്ത് നമ്മളിന്ന് ഉംറക്ക് ഹജ്ജിനും ചെന്നാ മണ്ടണം. ഹാജറാബി എന്തേ ഹാജറാബി റളിയല്ലാഹു അൻഹ കുട്ടിനെടുക്കാതെ പോയത്? ശരിക്കും എന്താ വേണ്ടത്? ഒരു തള്ളി ഒരു കുട്ടിയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. വെള്ളം അന്വേഷിച്ചു പോകുമ്പോ ആ കുട്ടിനെ തോളിലിട്ടേണ്ടല്ലേ പോവുക? എന്താ ഇസ്മായിൽ അലൈഹി ഇസ്ലാം കനം കൂടുതലായിരുന്നു? ഇസ്മായിൽ അലൈഹി ഇസ്ലാം വെയിറ്റ് കൂടുതലൊന്നും ഇല്ലല്ലോ. പിന്നെന്തേ? അത് ഇബ്രാഹിം നബിയോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നെ എടുക്കാത്തതിന്റെ കാരണം. ചെന്നായ ഓടിച്ചിട്ട് രണ്ടാമതും പോയി, 7 തവണ പോയി. അവസാനം ഇസ്മായിൽ അലൈഹി ഇസ്ലാം വാവിട്ട് കരയാൻ തുടങ്ങി, കാലിട്ടടിക്കാൻ തുടങ്ങി. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ബടാക്കിയത്, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവുന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് അള്ളാഹു ഒരു വഴി നൽകിയതാണ് യഥാർത്ഥത്തിൽ സംസം വെള്ളം എന്ന് പറയുന്നത്. തവക്കുലിന്റെ ചീരിനിയാണത്. മജ്ലിസുന്നൂറിന് ചീരിനി ഉണ്ടാവുമല്ലോ, ബദരീങ്ങളെ ആണ്ടിന് ബദരീങ്ങളുടെ മൗലിദിന് ചീരിനി ഉണ്ടാവും. എന്ന മാതിരി ഒരു പെണ്ണ് അള്ളാഹുവിൽ തന്റെ കുട്ടിയെ തവക്കുലാക്കിയപ്പോൾ നൽകിയ ചീരിനിയാണ് സംസം വെള്ളം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു എന്നാണ്. സംസം വെള്ളം എന്തിനെല്ലാം കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് ഷഫീഉൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും. അങ്ങനെയാണ്. ഗൾഫിൽ നിന്ന് സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും കൊടുന്നോളി, വേണ്ടാന്നല്ല കേട്ടോ. ബാപ്പാന്റെ ദണ്ണം ഇവിടെ മാറാന് സൗദിയിലുള്ള മകൻ അവിടെ കുടിച്ചാൽ മതി. കാരണം എന്തേ? ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു എന്നാണ്. എന്തിനു കുടിച്ചോ അതിന് പറ്റുന്നതാണ്. പെരപ്പണി തീരാൻ കുടിച്ചാൽ അതിന് പറ്റും. കടം വീടാൻ സംസം വെള്ളം കുടിച്ചാൽ അതിനും പറ്റും. ബാപ്പാന്റെ ദണ്ണം മാറാൻ മക അവിടുന്ന് കുടിച്ചാൽ അതിനും പറ്റും. ഇമ്മാന്റെ ദണ്ണം മാറാൻ മോന് സൗദിയിൽ നിന്ന് കുടിച്ചാൽ മതി, അതും പറ്റും. എന്തിനും പറ്റുന്ന പറഞ്ഞിട്ടുള്ളത്. എന്താ അതിന്റെ പിന്നില്? ഒരു സ്ത്രീ തന്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചതാണ്. ഇതാണ് തവക്കുലിന്റെ റിസൾട്ട് പറഞ്ഞത്. ഞമ്മക്ക് എന്തെങ്ങനെ റിസൾട്ട് ഇല്ലാത്തതിന്റെ കാരണം ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് കാരണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അള്ളാഹ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ആർക്കും കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യം എന്തുവാണ് വെച്ചാല് ഇതൊക്കെ ശരിയാവണമെങ്കിൽ തവക്കുലിന്റെ ഒരു ദിക്റുണ്ട്, അൽഹംദുലില്ലാ. അതാദ്യം കൽബിൽ ഉറക്കണം. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു എന്നത് കൽബിൽ ഉറക്കണം. നമുക്കൊരാള് ഒരു 25,000 റുപ്യ തന്നു എന്ന് വിചാരിക്കാം. ഒരാളിങ്ങനെ വന്നുകൊണ്ട് കീശയിലിട്ടെന്ന് ഒരു 25,000 റുപ്യ. നമ്മളെന്താ പറയാ? അൽഹംദുലില്ലാ എന്നാ പറയാ. ഹംദ് കൽബിലുറക്കുക എന്നാണ് അതിന് പറയാം. അൽഹംദുലില്ലാ കൽബിൽ ഉറക്കണം. നമുക്ക് പലപ്പോഴും അത് ഉറക്കണില്ല.
അൽഹംദുലില്ലാ കൽബിലുറക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർമ്മയുണ്ടായാലാണ് അൽഹംദുലില്ലാ കൽബിലുറക്കുക. നിഖ്മത്ത് ഓർമ്മയുണ്ടായാൽ ഹംദ് കൽബിലുറക്കൂല. ഞമ്മക്ക് നിഖ്മത്താണ് ഓർമ്മയുള്ളത്, നിഅമത്ത് ഓർമ്മയില്ല. മനുഷ്യന്മാരെ, പഠനക്കാരെ, ഞങ്ങളോടനല്ലേ ഇപ്പൊ പറയണത്? അല്ല, ഞങ്ങളോടനല്ലേ ഇപ്പൊ വയത് പറയണത്? പഠിച്ച റബ്ബേ, ഞങ്ങളോടനല്ലേ വയത് പറയണത്? ആ, ഞാൻ കരുതിയാ വേറെ പോയി പറയാനാ. ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങള് ഈ വയത് നോക്കാതെ മനസ്സിലാവൂല കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കിക്കോളി, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു വയലുണ്ട്, നിങ്ങൾ നോക്കിയില്ലെങ്കിലും കണ്ണൊക്കെ ചിമ്പിയിട്ട് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങളെല്ലാവരും വേഗത്തിൽ പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, കഴിവുള്ളവരെ ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, സ്വതക്ക കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണിമ്പിയാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം കണ്ണ് തുറന്നു നോക്കിയാൽ മൈക്കക്കാരൻ മാത്രമേ ഉണ്ടാവും. നടക്കൂല. ആ വയത് ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ പറയാം, അങ്ങനെയാണ്. നിങ്ങൾക്ക് വേറെ പരിപാടിയാണെങ്കിൽ ഞാനും അതിൻ്റെ ഒപ്പം കൂടും. അതാണ് പരിപാടി. അതെപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളി, റേഞ്ച് വിട്ട് പോകരുത്. മദ്രസൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് റേഞ്ച് വിടരുത്. നല്ല അടിപൊളി 4 കട്ട റേഞ്ചിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പം ശരിയാവും അതിൻ്റെ സംഗതി. ഈ ക്ലാസ്സിന് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് നമുക്ക് ചില തീരുമാനം ഉണ്ടാകണം. എന്നാലും എനിക്കും കാര്യമുണ്ട്, നിങ്ങൾക്കും കാര്യമുണ്ട്. ഒരു ഏകദേശം ഒരു 6.5-7 മണിക്കൂർ ഓടിയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് നമുക്ക് 2 കൂട്ടർക്കും കാര്യം കിട്ടണമെങ്കിൽ ഈ വയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സദസ്സിൽ വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചില തീരുമാനം എടുക്കണം. നല്ല കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം? അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവണം. എന്തേ നമ്മൾ തോറ്റതിൻ്റെ കാരണം? എന്താ നമ്മൾ വിജയിക്കാത്തതിൻ്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മളെ തീരുമാനം ശരിയല്ലാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളം, ലോകത്തിലെ 1ാമത്തെ വെള്ളം നബി തങ്ങളുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. 2ാമത്തെ വെള്ളം വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസറു ഫാനൈലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുറു. അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും നല്ല വെള്ളം മുത്തുനബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. പക്ഷെ കിട്ടാല്ല. കിട്ടിയവർക്ക് കിട്ടി, ഇനി കിട്ടാല്ല. അതാണ് ലോകത്തെ ഏറ്റവും നല്ല വെള്ളം. 2ാമത്തെ വെള്ളം സംസമാണ്. എന്നേ അതിൻ്റെ പിന്നിലെ രഹസ്യം? ഒരു സ്ത്രീ തൻ്റെ ഖൽബിനെ അള്ളാഹുവിലേക്ക് അർപ്പിച്ചതാണ്. അള്ളാഹ് എന്തേലും ഒരു വഴി ഉണ്ടായിക്കോളും എന്ന് തീരുമാനിച്ചതാണ്. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ഇവിടെ ആക്കി പോണത്. അതിന് അള്ളാഹു തആല ഒരു തീരുമാനം ഉണ്ടാക്കും. ഇതല്ല യുളയ്യുനല്ലാഹ് എന്ന് പറഞ്ഞു ഭർത്താവിനോട്. അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കണ വെച്ചാൽ ഒരു പ്രശ്നമില്ല, അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കൂല പറഞ്ഞു. ആ വെറുതെ ആക്കാതിരുന്ന വെള്ളാണ്. തൻ്റെ മകന് വേണ്ടി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരു തുള്ളി വെള്ളം ചോദിച്ചേ. ഒരു തടാകം വെള്ളമല്ല ചോദിച്ചിട്ടുള്ളത്, ഒരു തുള്ളി വെള്ളമാണ് ചോദിച്ചിട്ടുള്ളത്. ആ വെള്ളം കഴിഞ്ഞ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു. ഒരു സെക്കൻഡിൽ 6000 ലിറ്ററാണ് പമ്പ് ചെയ്യണത്. ഒരു സെക്കൻഡിൽ 6000 ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളിയെ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരുമെന്നാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ചോദിച്ചത്. എന്തേ കൊടുക്കാനുണ്ടായ കാരണം എന്നതിൻ്റെ ഉത്തരം ഹാജറ ബീവിയുടെ ഖൽബ് അള്ളാഹുവിൽ അർപ്പിച്ചിരുന്നു എന്നതാണ്. തന്നെ സംഗതി. അതിന് നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും നേരാവും, നമ്മളെ സമൂഹവും നേരാവും, നമ്മളെ നാടും നേരാവും, എല്ലാവരും നേടാവും. ഈ ഒരു മനസ്സിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ആ മനസ്സ് ആർക്കെല്ലാം ഉണ്ടോ അവൻ വിജയിച്ചിട്ടുണ്ട്, അവൻ വിജയിക്കുകയും ചെയ്യും. അതാണ് ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. തന്നെ സംഗതി. അമ്പിയാക്കളിൽ നമുക്കത് ധാരാളമായിട്ട് കാണാൻ പറ്റും. പിന്നെ പറഞ്ഞത് ഫനൈലു മിസ്റ എന്നാണ് 3ാമത് പറഞ്ഞത്. 1ാമത്തേത് മീൻ ബൈനി ഇസ്ബാഇൻ നബി, നബിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തേത് സംസം വെള്ളം, ഹാജറ ബീവിക്ക് ഇസ്മായിലിനും കിട്ടിയത്. 3ാമത്തേത് ഫനൈലു മിസ്റ, മിസ്റിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് പിന്നെ പ്രാധാന്യമുള്ളത്. എന്താ അതിന്റെ കാരണം? അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നത് തന്നെയാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതാണ്. ആ മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരുന്നു എന്നതാണ്.
സംഭവം എന്താ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ലഅനത്തുല്ലാഹി അലൈഹി ആയ ഫിർഔനിലാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. ഫിർഔനിലാ പ്രബോധനം നടത്തിയത്. ഫിർഔനോട് ദീൻ പറഞ്ഞു, ഓ വന്നില്ല, വരാൻ തയ്യാറുമില്ല. പക്ഷേ അവൻ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ അതിശക്തമായി പീഡിപ്പിച്ചു. അവസാനം അവരിൽ നിന്ന് രക്ഷ നേടാൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളെയും കൂട്ടി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്, ഫിറഔനിന്റെ അനുയായികളെയാണ് ഖിബ്തികൾ എന്ന് പറയുന്നത്, ബനു ഇസ്രായേലരെയും കൂട്ടിയിട്ട് നടന്ന് യാത്ര പോകാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം അന്ന് കൊണ്ടുപോയ ആ ബനു ഇസ്രായേൽ അല്ലട്ടോ ഇന്നത്തെ ഇസ്രായേൽ പറഞ്ഞ്. ഇന്നത്തെ ഇസ്രായേൽ അതല്ല. ഇന്നത്തെ ഇസ്രായേലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ കുടിയേറി പാർത്ത ഇസ്രായേലാണ്. അത് ഫലസ്തീന്റെ ഭാഗമായുള്ള ഒരു നാട്. അതിനെ പകുതിയാക്കിയിട്ട് ഒരു പകുതിയിൽ അവർ താമസിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനവിഭാഗമായ ബനു ഇസ്രായേൽ അല്ലാതെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായേലും അല്ലാതെ ആ സമൂഹം ഇന്ന് നിലവിലില്ല. അവർ നശിച്ചു, അവർ പിന്നെ മരണപ്പെടുകയും ആ തറവാടും ആ കുടുംബവും ആ ബന്ധവും ഇല്ലാതെയായി പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക.